ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ മേക്കപ്പ് അല്ല, ഡാൻസ് അല്ല, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ ഷോർട്സിൽ ഷെയർ ചെയ്ത പോലെ ഒരു ഐലൻഡിനെ പറ്റിയിട്ട് പറയാനാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ്റിന് അണ്ടറിൽ ഇങ്ങനൊരു ഐലൻഡ് ഉണ്ടെന്നുള്ള കാര്യം കുറേ പേർക്കൊന്നും അറിയില്ലായിരിക്കും. അതെ, ബേ ഓഫ് ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ യൂണിയനിലെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ സമൂഹത്തിൽപ്പെടുന്ന ഒന്നാണ് സെന്റിനൽ ഐലൻഡ് എന്നുള്ളത്. അവിടെ വസിക്കുന്നവർക്ക് ഇന്ത്യ എന്നൊരു രാജ്യമുണ്ടെന്നോ ഇന്ത്യക്കാരുണ്ടെന്നോ ഒന്നും അവർക്കതിനെ പറ്റിയിട്ട് അറിയില്ല. കാരണം സെന്റിനലീസ് എന്നറിയപ്പെടുന്ന ഒരു ഗോത്രവർഗമാണ് അവിടെ താമസിക്കുന്നത്. ഏകദേശം 60,000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ചേക്കേറിയവരാണ് ഇവരെന്നാണ് വിശ്വസിക്കുന്നത്. ഇവർക്ക് പുറം ലോകവുമായിട്ട് യാതൊരുവിധ കണക്ഷനുമില്ല. അതേപോലെ ഇവർ പുറത്തോട്ട് പോവുകയുമില്ല. ഐലൻഡ് വിട്ടിട്ട് പുറത്തുനിന്ന് വരുന്നവരെ ഈ ഒരു ഐലൻഡിലേക്ക് സ്വീകരിക്കുവാനും ഇവർ തയ്യാറല്ല. നമ്മുടെ ആദിമ മനുഷ്യരെ പോലെയാണ് ഇവർ ജീവിക്കുന്നത്. അമ്പും വില്ലും ഒക്കെ ഉണ്ട് ഇവരുടെ കയ്യിൽ. വേട്ടയാടിയും മത്സ്യബന്ധനം നടത്തിയുമൊക്കെയാണ് ഇവർ ജീവിച്ചു പോകുന്നത്. വിഷം പുരട്ടിയ അമ്പ് കൊണ്ട് എതിരെ വരുന്ന പുറം ലോകത്തു നിന്ന് വരുന്ന മനുഷ്യരെ കൊല്ലുവാൻ വരെ ഇവർക്ക് സാധിക്കും. അങ്ങനെ കുറച്ച് കൊലപാതകങ്ങൾ എന്ന് പറയാം, അങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പം ഇത് 18th സെഞ്ച്വറിയിൽ നമ്മുടെ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു സർവേ എംപ്ലോയി ആയിരുന്ന ജോൺ റിച്ചിയാണ് 1771 പുള്ളിയാണ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ഇങ്ങനൊരു ഐലൻഡ് ഉണ്ടെന്നും ഇവിടെ മനുഷ്യവാസം ഉണ്ടെന്നും. അതിനുശേഷം 19th സെഞ്ച്വറിയിൽ ബ്രിട്ടീഷുകാർ ഈ ഒരു ഐലൻഡിൽ നിന്നും 6 ആൾക്കാരെ തട്ടിക്കൊണ്ട് പോവുകയും അങ്ങനെ പോർട്ട് ബ്ലെയറിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷേ എന്തോ ക്ലൈമറ്റുമായിട്ട് ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ടാകാം അവിടെ വെച്ച് 2 പേര് മരണപ്പെട്ടു. അപ്പം അത് കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഈ ഒരു ദ്വീപിലുള്ളവർക്ക് പുറം ലോകത്തെ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. ഈ ബ്രിട്ടീഷുകാർ തിരിച്ച് ഈ 4 പേരെ, ബാക്കിയുണ്ടായിരുന്ന 4 പേരെ ഈ ഐലൻഡിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷമാണ് ഇവർ പുറം ലോകത്തു നിന്ന് വരുന്ന മനുഷ്യരെ ആ ദ്വീപിലേക്ക് അടുപ്പിക്കാത്തത്. എന്തായാലും അവരുടെ ഒരു ചിന്തയിൽ ചിലപ്പോൾ ഇവർ കൊണ്ടുപോയി കൊന്നതാകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരിക്കും ഇവർക്ക്. എന്തായാലും അവരതിനെ അനുവദിക്കുന്നില്ല. ആകെ കൂടെ ഒരു ഇന്ത്യൻ, അതായത് TN പണ്ഡിറ്റ് എന്ന് പറയുന്ന നമ്മുടെ നരവംശ സയൻറ്റിസ്റ്റായ TN പണ്ഡിറ്റാണ് ഈ ഒരു ഐലൻഡുകാരുമായിട്ട് പിന്നെയും ഏകദേശം ഒരു കമ്മ്യൂണിക്കേഷന് ശ്രമിച്ചത്. അദ്ദേഹം കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു, 2 പ്രാവശ്യമേ വിജയിച്ചുള്ളൂ. അദ്ദേഹം മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാരുമായിട്ട് ഈ ഒരു ഐലൻഡിൻ്റെ അടുത്തേക്ക് പോവുകയും നമ്മുടെ നാളികേരം ഉണ്ടല്ലോ, അപ്പോൾ നാളികേരം ഇങ്ങനെ പൊക്കി കാണിച്ചപ്പോൾ കുറേ പേര് ഇങ്ങനെ ഓടി വരികയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഐലൻഡിലേക്ക് പോകാനൊന്നും സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച ഒന്നാണ് ഈ നാളികേരം ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര വലിയ ഇഷ്ടമാണെന്നുള്ളത്. പക്ഷേ ആ ഒരു ഐലൻഡിൽ തെങ്ങെന്നുള്ളൊരു കാര്യമൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ അതില്ലാത്തത് കൊണ്ടാകാം ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനുശേഷം നമ്മുടെ ഒരു 1997 ആയപ്പം നമ്മുടെ ഗവൺമെൻറ് തന്നെ ബാൻ ചെയ്തു അങ്ങോട്ടേക്ക് പോകണ്ട. കാരണം അവരവരുടെ ഒരു ജീവിതശൈലിയൊക്കെ നോക്കി പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാതെ പുറത്തെ ആൾക്കാരെ അവർ ഉപദ്രവിക്കാൻ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പം അങ്ങനെ ജീവിച്ചു പോകുന്നവരാണ് ഇവർ. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ഇത് ബാനാക്കി, അങ്ങോട്ടുള്ള പ്രവേശനം ബാനാക്കി. നമ്മുടെ സുനാമി വന്ന സമയത്ത് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്നാണ് ഗവൺമെൻറ് എല്ലാം വിചാരിച്ചത്. അപ്പോൾ അത് നിരീക്ഷിക്കാനായിട്ട് നമ്മുടെ ഇന്ത്യൻ ഹെലികോപ്റ്റർ ഈ ദ്വീപിന് മുകളിലൂടെ പറഞ്ഞപ്പോൾ ഇവർ അതിനെതിരെ അമ്പെയ്യുകയും കല്ലെടുത്തെറിയുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അവർ അതിനെയൊക്കെ അതിജീവിച്ചു. സുനാമിയൊക്കെ നല്ലതുപോലെ അതിജീവിച്ച കുറച്ച് മനുഷ്യരാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഇപ്പം താഴ്ന്നു പറക്കുന്ന വിമാനമാണോ അല്ലെങ്കിൽ ഈ ഒരു ഐലൻഡിനെ ചുറ്റി വട്ടം ചെയ്ത് പറക്കുന്ന ഹെലികോപ്റ്ററൊക്കെ കണ്ട് ഇവർ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവർ അമ്പെയ്യും അല്ലെങ്കിൽ കല്ലെടുത്തെറിയും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യും. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ 2006 2 മത്സ്യബന്ധന തൊഴിലാളികൾ ഈ ഒരു ദ്വീപിൽ അകപ്പെട്ടു പോയി. അപ്പോൾ ഇവരെ നമ്മുടെ ഈ ഐലൻഡിലുള്ള ഗോത്രവർഗ്ഗക്കാർ കൊല്ലുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ 2018 ആണെന്ന് തോന്നുന്നു ഒരു ക്രിസ്ത്യൻ മിഷണറി ഒരാൾ അവിടെ പോയിരുന്നു. പുള്ളിക്കും തിരികെ വരാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഈ ഒരു ഐലൻഡിലുള്ള ആൾക്കാരെ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പം അങ്ങനെ അവിടെ ഇപ്പോൾ ക്രമസമാധാനം പഠിപ്പിക്കാൻ നമുക്ക് പറ്റില്ല, അവർക്കത് മനസ്സിലാവുകയില്ല. അപ്പോൾ സ്വന്തം കാര്യം നോക്കി അവരുടെ വംശത്തിനെ സംരക്ഷിച്ച് അവർ പുറം ലോകവുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല, ഇന്ത്യയിലൊരു രാജ്യമുണ്ടെന്നോ ഇന്ത്യക്കാരുണ്ടെന്നോ എന്തെങ്കിലും ഭൂമി ഉണ്ടാകുമെന്ന് പോലും അവർക്കറിയുന്നറിയില്ല. അങ്ങനെ താമസിക്കുന്ന കുറച്ച് പച്ചയായ മനുഷ്യർ ഇന്നും നമ്മുടെ ലോകത്തിനിടയിൽ, എന്തിന് നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ഐലൻഡിലുണ്ടെന്ന് ഉള്ള കാര്യത്തിനെ കുറിച്ച് ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഓക്കെടാ, ബൈ.